യുവതിയെ മൊബൈൽ ക്യാബിൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിൽ യുവമോർച്ച നേതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഈ കേസിലെ പരാതിക്കാരെയാണ് പ്രേക്ഷകർ കാണുന്നത്. അവർ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഈ പറയുന്ന പ്രതി യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമേശ്വരൻ തന്നെ യുവതിയെ കാണാനില്ലെന്ന പരാതിയുമായി അവിടെ എത്തുകയായിരുന്നു. അപ്പോഴാണ് പോലീസിന് വസ്തുതകൾ മനസ്സിലാകുന്നത്. ഇയാളെ പേടിച്ച് യുവതി മാറിയെന്നതായിരുന്നു. ഈ പറയുന്ന യുവതി അതിക്രൂരമായാണ് ഈ പറയുന്ന ഗോപു പരമേശ്വരൻ എന്ന യുവമോർച്ച നേതാവ് മർദ്ദിച്ചത്. മൊബൈൽ ഫോണിന്റെ കേബിൾ ഉപയോഗിച്ച് എല്ലാ ദിനവും മർദ്ദിക്കുമായിരുന്നു. ഈ കേബിൾ എപ്പോൾ നശിക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് ആ കേബിൾ തകരുന്നത്, ആ കേബിൾ എപ്പോൾ അത് നശിക്കും, ആ സമയം വരെ അതേപോലെ മർദ്ദനം തുടരുകയായിരുന്നു. അതായത് ആ പറയുന്ന യുവതി, നമ്മൾ കാണുന്ന യുവതി ദിവസങ്ങളോളം അതിക്രൂരമായ മർദ്ദനമാണ് ഈ ഗോപു പരമേശ്വരനിൽ നിന്ന് നേരിട്ടത്. പിന്നീട് ഈ ഗോപു പരമേശ്വരൻ തന്നെയാണ് യുവതിയെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ മാത്രമാണ് ഈ മിസ്സിംഗ് കേസ് പരിശോധിച്ച പോലീസ് ഇത്തരത്തിലൊരു കൊടിയ മർദ്ദനത്തിന്റെ വാർത്ത അറിയുന്നത്. ഈ കൊടിയ മർദ്ദനത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെ ഗോപു പരമേശ്വരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ യുവതിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന പ്രതി യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ശ്യാംകുമാർ ചേർന്നു. ശ്യാം, വിവരങ്ങൾ. സുഹൈലെ, അതിക്രൂരമായ മർദ്ദനത്തിനിരയായ യുവതി നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ യുവതി പറഞ്ഞത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിപ്പോയത്. മാൻ മിസ്സിംഗ് കേസ് കൊടുത്തുടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് തനിക്ക് നേരിട്ട ഈ അവസ്ഥ അത് എത്രത്തോളം ഭീകരമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതിനായിരുന്നു. ഏതായാലും പോലീസിൽ നിന്നും നീതി ലഭിച്ചു. കാരണം മാൻ മിസ്സിംഗ് പരാതിയുമായി വന്ന BJP യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ഒടുവിൽ പ്രതിയായി കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അയാളെ വധശ്രമത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഗോപു പരമശിവം എന്ന് പറയുന്നയാൾ കഴിഞ്ഞ 5 വർഷമായി യുവതിയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. മൊബൈലിന്റെ കേബിളുകൾ ഉപയോഗിച്ചാണ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ഇയാൾ തല്ലിച്ചതച്ചിരുന്നതെന്നാണ് ആ പെൺകുട്ടി നമ്മളോട് രാവിലെ പറഞ്ഞത്. ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുമ്പോൾ തന്നെ എത്ര ക്രൂരമായിരുന്നു ആ യുവതി നേരിട്ട പീഡനം എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോഴും ആ യുവതി പറയുന്നത് താൻ നേരിട്ടത് സമാനതകളില്ലാത്ത ഉപദ്രവത്തിനാണ്, അതുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടത് എന്ന് ആ യുവതി പറയുന്നു. ഏതായാലും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞ ശേഷം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. ഈ കേസിലെ പ്രതിയായ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപുവിനെതിരായിട്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. ഏതായാലും വലിയ ഒരു ക്രൂരതയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ യുവതി അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, എങ്ങനെയാണ് ഈ യുവതിയെ മർദ്ദിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.